ആ നീ വന്നോ? നമുക്കൊന്ന് ബാങ്കിൽ പോണം. എന്താ മുത്തശ്ശ, ഞാൻ ആകെ ടയർഡാ. അല്ലെങ്കിൽ തന്നെ ഈ നേരത്തെ എവിടെയാ ബാങ്ക്? ബാങ്ക് എന്താടാ, ദുബായിക്ക് പോയോ? 25,000 ചെക്കാ. 25,000. അതും ആ തല്ലിപ്പൊളി ക്യാമറയ്ക്ക്. നീ പറഞ്ഞല്ലേ മൊബൈലിൽ കൂടെ സാധനം വിൽക്കാവുന്നു, അങ്ങനെ വിറ്റതാ. ഒരു മിനിറ്റ്, ചെക്കില് പേരൊന്ന് എഴുതിക്കോട്ടെ. പേന എവിടെ? ഈ വീട്ടിലൊരു വസ്തു വെച്ച കാണത്തില്ലല്ലോ. മോനെ, ആ പേനയൊന്ന് കൊടുക്കും മോനെ. ദാ മുത്തശ്ശ. അച്ഛാ, ആ ക്യാമറ. അതൊരു തല്ലിപ്പൊളി സാധനം, വിറ്റ് കളഞ്ഞു. ഇവിടെ ആർക്കും വേണ്ടാതെ കിടന്നതില്ലേ. അവനൊരു മണ്ടനായതുകൊണ്ട് അത് വാങ്ങിച്ചോണ്ട് പോയി. രാധാകൃഷ്ണനുണ്ണിത്താൻ. നിഖിലേ, വാ പോകാം. അമ്മേ, ദേ ആ ക്യാമറ എവിടെ ഇരിക്കുന്നു? എന്ത്? മുത്തശ്ശൻ വിറ്റ ക്യാമറ ഇതയാള് കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയോ ഇല്ലേ ഒന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ ചെക്ക് മാറാൻ പോവോ? ക്യാമറ കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അച്ഛാ? അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ദാ, ഈ ക്യാമറ ഇങ്ങോട്ട് എടുത്ത് നേരെ അവന്റെ മുന്നിലോട്ട് ചെല്ലണം. എന്നിട്ട് ഇതുപോലെ അവന്റെ മുഖത്തടിക്കണം. എന്നിട്ട് പറയണം, കൊണ്ടുപോടായി ഏരണം കെട്ട സാധനമെന്നും. വാ, ചെക്ക് മാറാൻ പോവാ. മുത്തശ്ശ, അയാൾ ഇതിവിടെ മറന്നു വെച്ചാണെങ്കിലോ? അതും ശരിയാ. ഫോൺ ചെയ്ത് പറയാം എടുത്തോണ്ട് പോകാൻ. അത് പക്ഷെ മുത്തശ്ശ, അയാളുടെ ഫോൺ നമ്പർ ഇല്ലല്ലോ നമ്മുടെ കയ്യില്. മോളെ, അരവിന്ദ് രാജയുടെ ഫോൺ നമ്പർ മോളല്ലേ എനിക്ക് തന്നത്? ആ ഫോണിനടുത്തുള്ള ഡയറക്ടറിയിലെ മോളല്ലേ അത് എഴുതിയിട്ടത്? എന്താ? ഹലോ. ആ, ചെരുപ്പ് കള്ളന്റെ നമ്പറല്ലേ? അരവിന്ദ് രാജ, അങ്ങനെയാ പേര്. ആ, അത് തന്നെ. ഓ, ഉണ്ണിത്താൻ. എന്തുണ്ണിത്താൻ? നീ എന്താ ക്യാമറ കൊണ്ടുപോകാതിരുന്നത്? മര്യാദയ്ക്ക് ഒന്ന് എടുത്തോണ്ട് പോകും. അത് എനിക്ക് വേണ്ട ആ ക്യാമറ. അതെനിക്ക് ഇഷ്ടാവാഞ്ഞിട്ടല്ല, പക്ഷേ ഇഷ്ടപ്പെടുന്നതെല്ലാം വാങ്ങാൻ കഴിയില്ലല്ലോ. ഡീൽ ക്യാൻസൽ ആയെന്ന് കൂട്ടിക്കോളൂ. അതങ്ങനെ ക്യാൻസൽ ആവും? വിറ്റ സാധനം ഞാൻ തിരിച്ചെടുക്കാറില്ല. അത് ശരിക്കും പറയട്ടെ, നിങ്ങളെ ക്യാമറ വിൽക്കണ്ട. അത് നീയാണോടാ തീരുമാനിക്കുന്നത്? ചെരുപ്പ് കള്ളൻ കഴുതേ. ഈ ഉണ്ണിത്താനെ നിനക്ക് ശരിക്കും അറിയില്ല. ഹേയ് ഉണ്ണിത്താൻ, ഡ്യൂഡ്, ബി കൂൾ മാൻ. തെറി പറയുന്നു നീ എന്നെ? അതോ ഈ ഉണ്ണിത്താനെ? ഡ്യൂഡ് എന്ന് പറഞ്ഞാൽ തെറിയല്ല. നീ ഡ്യൂഡ്, നിന്റെ അച്ഛൻ ഡ്യൂഡ്, നിന്റെ മുത്തച്ഛൻ ഡ്യൂഡ്, നിന്റെ അയൽക്കാരും നാട്ടുകാരും എല്ലാം ഡ്യൂഡ്. അച്ഛാ ഇങ്ങനെ പ്രഷർ കൂട്ടല്ലേ അച്ഛാ? എന്തിനാ ഇങ്ങനെ വെറുതെ തർക്കിക്കുന്നത്? മുത്തശ്ശ, ഡ്യൂഡെന്നല്ലേ വിളിച്ചത്? അവൻ എന്നെയാണോ ഡ്യൂഡെന്ന് വിളിക്കുന്നത്? മര്യാദയുണ്ടോ അവന്? നമ്മുടെ നാട്ടിലെ ഇഷ്ടാന്നൊക്കെ വിളിക്കില്ലേ, അങ്ങനെ ഒരു അർത്ഥം ഡ്യൂഡിന് ഇംഗ്ലീഷില്.
അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അവന്റെ ഒരു ഇഷ്ടം. വിളിക്ക് എന്നിട്ട് പറ. ഹലോ, നിങ്ങൾ വന്നാ ക്യാമറ കൊണ്ടുപോയിക്കോളൂ. അച്ഛനോട് ആ ചെക്ക് മാറിക്കോളം പറയൂ. നിങ്ങളുടെ ഓർമ്മകൾ നിറഞ്ഞ ആ ക്യാമറ അവിടെ തന്നെ ഇരിക്കട്ടെ. ഈ ഓർമ്മകള് കുഴപ്പങ്ങൾ മാത്രം ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാ അത്? പ്ലീസ്, നിങ്ങൾ വന്നത് കൊണ്ടുപോകൂ, അല്ലെങ്കിൽ ഞാനത് അങ്ങോട്ട് കൊണ്ടുവരാം. എന്തായി? എന്തു പറഞ്ഞു അവൻ? ക്യാമറ വേണ്ട, ചെക്ക് മാറിക്കോളാൻ പറഞ്ഞു. ഉണ്ണിത്താന്റെ പട്ടിക്ക് വേണം അവന്റെ ഔദാര്യം. ക്യാമറ വേണ്ടെന്നുണ്ടെങ്കിലേ ചെക്കവന്റെ മുഖത്തെറിഞ്ഞു കൊടുത്തേക്ക്. മങ്കൊമ്പിൽ കുടുംബക്കാരെ കുറിച്ച് അവൻ എന്തറിയാം? ചെരുപ്പ് കള്ളൻ. അമ്മ വന്നേ, വാ. അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്താ മോളെ? ക്യാമറ കൊടുക്കണ്ട, ചെക്ക് തിരിച്ചു കൊടുത്തേക്കാൻ മുത്തശ്ശൻ പറഞ്ഞില്ലേ? അദ്ദേഹം ചെക്ക് തിരിച്ചു വാങ്ങിച്ചില്ലെങ്കിലോ? അപ്പോ ക്യാമറ പിടിച്ചേൽപ്പിക്കണം. ക്യാമറ കൊടുത്തേക്കല്ലേ? എത്രയോ വർഷമായിട്ട് ഓഫായിട്ട് കിടക്കുക. അത് ഒരുപാട് പഴക്കമുണ്ട്. ഇനി ആർക്കെങ്കിലും ഉപകരിക്കുന്നെങ്കിൽ ക്യാമറ കൊടുത്തേക്കല്ലേ? ഇപ്പൊ എനിക്ക് ഉറപ്പായി അമ്മയ്ക്ക് ക്യാമറ കൊടുക്കാൻ പൂർണ്ണ സമ്മതമാണെന്ന്. എന്റെ അമ്മ അരവിന്ദ് രാജ ക്യാമറ വാങ്ങില്ല. അതിനുള്ളിൽ അമ്മയുടെ ഓർമ്മകൾ ഉറങ്ങിക്കിടപ്പുണ്ടെന്ന് അയാൾക്കറിയാം. ചിലരുടെ ഓർമ്മകൾക്കൊന്നും ഒരു വിലയുമില്ല മോളെ. എന്നാരാ പറഞ്ഞേ? നമ്മളെ വിലമതിക്കുന്നവരെ നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് ആ ചെക്ക് തിരിച്ചു കൊടുക്കാമേ. ഞാനും വരാം. ആ, വെറും കൈയോടെ എങ്ങനെയാ പോവാ? അദ്ദേഹത്തെ പോലൊരാൾക്ക് നമ്മൾ എന്തു കൊടുക്കാനാ? ആ, നമുക്ക് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി കൊടുത്താലോ? ലോക പ്രശസ്തനായ ഷെഫിന് ഞാൻ പലഹാരം ഉണ്ടാക്കി കൊടുക്കാനോ? നല്ല കാര്യമായി. എന്നോട് നിഖില് പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മയെ പോലെ കുമ്പിളപ്പം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ലെന്ന്. ശരിക്കും? ശരിക്കും. ആ പോത്തിന് തിന്നാനല്ലാതെ വേറെ എന്തേലും അറിയോ? പക്ഷെ നിഖിലിന്റെ പേര് പറഞ്ഞില്ലെങ്കിലേ അമ്മ വിശ്വസിക്കില്ല മോളെ. ആ, അവൻ ശരിക്കും അങ്ങനെ പറഞ്ഞോ? പറഞ്ഞമ്മേ. ഈ കൈ കൊണ്ടുണ്ടാക്കുന്ന ആഹാരത്തില് അമ്മയുടെ സ്നേഹവും കൂടി കലരുമ്പോ എന്താവും അതിന്റെ രുചി? എന്നാലും മോളെ, അമ്മ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോണ്ട പോരെ? ശരി, ഡൺ. ഡൺ. വെണ്ണില ചന്ദന കിണ്ണം പുന്നമളക്കായലിൽ വീണേ കോരിയെടുക്കാൻ വാ. ഇതേക്കും. എന്താ അച്ഛൻ ഇത് ആർക്കായി മെസ്സേജ് അയക്കുന്നേ? മെസ്സേജോ? ഞാനോ? അതെ, KK കൃഷ്ണൻകുട്ടി എന്നുള്ളത് അച്ഛന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ലേ? കരിമ്പനയിലെ ജയനെ പോലെ ഈ മസിലും പെരിപ്പിച്ചോണ്ട് നിൽക്കുന്ന പ്രൊഫൈൽ പിക്ചറെ ഞാനും കണ്ടതാ. കണ്ടോ? ആ അക്കൗണ്ടിനെ ഒരു മാതങ്കിയ സുരേഷിന് മെസ്സേജ് അയച്ചിരുന്നോ? നിന്നോട് ആര് പറഞ്ഞു? എന്റെ പൊന്നച്ഛ, ഈ നിൽക്കുന്ന ഞാനാണ് ആ മാതങ്കി സുരേഷ്. പ്രൊഫൈലിൽ ഇട്ടിരിക്കുന്നതേ തമിഴ് നടി തമന്നയുടെ ഫോട്ടോയാ. നിന്റെ കണ്ണുകൾ എത്ര കമനീയം, നിന്റെ ചുണ്ടുകൾ എത്ര മധുരതരം. ഈ ഒരു ഡയലോഗേ ഉള്ളൂ അച്ഛാ എല്ലാ പെണ്ണുങ്ങളുടെ അടുത്തും. ഇനിയെങ്കിലും ഒന്ന് മാറ്റി പിടിക്കച്ചാ. നിനക്ക് എന്തിനാ ഇപ്പൊ കള്ളപ്പേരിൽ അക്കൗണ്ട്? അത് പറ ആദ്യം.
ആ. ഒറിജിനൽ ഫോട്ടോയും പേരും ഒക്കെ ഇട്ടാലേ അച്ഛൻ ഒരാളുടെ മെസ്സേജ് അല്ലേ ഇല്ലാണ്ടാവൂ. അച്ഛനെ പോലുള്ള മക്കളെ പുറത്ത് ഒരുപാടുണ്ടല്ലോ, മനസ്സിലായോ? അതെ, നാട്ടുകാർക്ക് മെസ്സേജ് അയക്കാതെ വല്ലപ്പോഴും അമ്മയൊന്ന് വിളിച്ചൂടെ ന്യൂസിലൻഡിലേക്ക്? എവിടെ പൂട്ടാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ. ഏയ് ഒന്ന് നിർത്തണേ. ഹലോ, നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. എത്ര നേരമായിരുന്നോ ഞാൻ വഴി നിൽക്കുന്നു. വേറെ ഒരു തെണ്ടിയും നിർത്തിയില്ല. വേറൊരു തെണ്ടി എന്ന് പറഞ്ഞാ ഞാനും ആ കൂട്ടത്തിലാന്ന് അർത്ഥം. അങ്ങനല്ല, അല്ല, ഇപ്പൊ എന്താ വേണ്ട? എന്നെ അടുത്തുള്ള വർക്ക്ഷോപ്പ് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. അതിന് നടന്നു പോയിക്കൂടെ? ആ, അതായിരുന്നു പ്ലാൻ. പക്ഷേ കാണാൻ കൊള്ളാവുന്ന ഒരു പയ്യൻ കൈ കാണിച്ചപ്പോ നിങ്ങൾ എന്തിനാ വണ്ടി നിർത്തിയത്? എന്തിനാ കേറാൻ അനുവദിച്ചത്? എന്തിനാ സംസാരിക്കാൻ അനുവദിച്ചത്? നിങ്ങളെ എങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കേ. ഞങ്ങളുടെ കുടുംബത്തിനൊരു കുഴപ്പമുണ്ട്. ഊരിയ വാള് തിരിച്ച് ഉറയിലിടാറില്ല. കേറിയ കാറിൽ നിന്ന് ഇറങ്ങില്ല എന്നർത്ഥം. വണ്ടി വിട്ട വർക്ക്ഷോപ്പ് കാണുമ്പോ ഞാൻ ഇറങ്ങിക്കോളാം. ഇറങ്ങിക്കോ. ഇവിടെ എവിടെയാ വർക്ക്ഷോപ്പ്? ആ വഴി നേരെ പോയാ മതി. താങ്ക്സ് കേട്ടോ. ആ, നന്ദിയൊക്കെ ഇരിക്കട്ടെ. ഡോ, ഈ വഴി അങ്ങ് ഗോവ വരെ നടക്ക്. ഒരു 12 കിലോമീറ്റർ അപ്പുറത്തെ കാളവണ്ടിയെങ്കിലും കിട്ടൂ. അവിടെ നല്ല സുന്ദരി പെമ്പിള്ളേരുണ്ട്. അവരോട് നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞാ മതി. ഇനി ഇറങ്ങാലോ അല്ലേ മോളെ? ഇറങ്ങിക്കോ അമ്മേ, ഇത് സ്പേസ് ഷട്ടിലൊന്നും അല്ല. അമ്മ പോയിട്ടെ ചെക്ക് കൊടുത്തിട്ട് വാ, അല്ലെങ്കിൽ ആ ക്യാമറ എങ്ങ് കൊടുത്തേക്ക്. മോളെ നീയും കൂടെ വാ. വേണ്ടമ്മേ, ഒരു ചെക്ക് തിരിച്ചു കൊടുക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. അമ്മ ടപ്പനെ കൊടുത്തിട്ട് ഇങ്ങ് വാ. ഞാനേ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് ദേ വരുന്നു. ചെല്ലമ്മേ, പോ. ഹലോ മാം, വെൽക്കം ടു രാജ് കിച്ചൺ. വെൽക്കം മാം, ഇരിക്കണം. ഇല്ല,
എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ആരെ? അരവിന്ദ് രാജ. ഓ, അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? അയ്യോ, അതില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് അരവിന്ദ് സാറിനെ കാണാൻ പറ്റില്ല മാം. സോറി. എന്താ? എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമായിരുന്നു. പക്ഷേ എന്റെ കയ്യിൽ എന്ത്? അപ്പോയിന്റ്മെന്റ് സർ. അതെന്റെ കയ്യിലില്ല. അകത്തേക്ക് വരൂ. വരൂ. ഇരിക്കണം. വേണ്ട. പ്ലീസ് ഇരിക്കണം. അല്ല, നിങ്ങൾ തിരക്കിലല്ലേ? അല്ല, ശരിക്കും ഇരിക്കൂ. ആ മിലി പറയുന്നത് മുഴുവനും അങ്ങ് വിശ്വസിക്കണ്ട. കഴിക്കാൻ എന്തെങ്കിലും പറയട്ടെ? വേണ്ട, വീട്ടിൽ അച്ഛൻ. ഓ, ഉണ്ണിത്താൻ. സോറി, അച്ഛൻ കഴിക്കാതെ നിങ്ങളൊന്നും കഴിക്കില്ലെന്ന് ഞാൻ മറന്നു. ഞാൻ കഴിക്കാൻ തുടങ്ങുമായിരുന്നു. ഇതാണോ ഭക്ഷണം? ഇവിടെ ചോറും കറിയൊന്നും കിട്ടില്ലേ? ഇവിടെ ഇരുന്നാണോ കഴിക്കുന്നത്? ഞാൻ വെറുതെ ചോദിച്ചതാട്ടോ. ഇറ്റ്സ് ഓക്കെ. ഞാനല്ലേ ഈ ചെക്ക് തിരിച്ചു തരാൻ വന്നതാ. ചെക്ക് മാറിക്കോളാൻ ഞാൻ പറഞ്ഞാണല്ലോ. അതല്ല, ഈ ചെക്ക് തിരികെ വാങ്ങണം. അല്ലെങ്കിൽ ക്യാമറ എടുത്തോളൂ. അച്ഛൻ തന്നെ പറഞ്ഞിട്ടാ. ശരി ശരി. സർ, ഇവിടെ കൊടുക്ക. ഞാനിത് ഓർഡർ ചെയ്തില്ലല്ലോ. ഇത് ഇവിടുത്തെ രീതിയാണ്. വെൽക്കം ഡ്രിങ്ക് പ്ലീസ്. എനിക്ക് ശരിക്കും വേണ്ടാഞ്ഞിട്ടാ. എന്നാലും എന്റെ റെസ്റ്റോറന്റിൽ വന്നതല്ലേ. താങ്ക്സ്. വെൽക്കം. ശരി, ഞാൻ ഇറങ്ങാ. നിങ്ങൾ കഴിക്കൂ. ഞാനിന്ന് ലേറ്റായിട്ടാ കഴിക്കാറ്. എന്നും ഒറ്റയ്ക്കാണോ കഴിക്കാറ്? എന്തേ? വെറുതെ. ഞാൻ ഇറങ്ങട്ടെ? ഞാൻ പുറത്തേക്ക് വരണോ? വേണ്ട, കഴിച്ചോളൂ. ശരി. ഒറ്റയ്ക്ക് കഴിക്കരുത്. നിങ്ങൾ കഴിച്ചു തീരുന്നത് വരെ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. വൈ നോട്ട്? ബൈ ഓൾ മീൻസ് ഇരിക്കൂ. കമ്പനിക്ക് ഒരാളായല്ലോ. ഞാൻ ഇപ്പൊ മറന്നേനെ. ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് കൊണ്ടുവന്നിരുന്നു. കഴിക്കുമല്ലോ അല്ലേ?
വാവ്, കുമ്പിളപ്പം എന്റെ ഇഷ്ട വിഭവമാണ്. കൊള്ളാമോ? ഓ, എത്ര വർഷത്തിന് ശേഷം ഇതുപോലൊരു കുമ്പിളപ്പം കഴിക്കുന്നത്.